നാടിനെ ആകമാനം നടുക്കിയ ഒരു ദുരന്തം കഴിഞ്ഞ 6ാമത്തെ ദിവസമാണ്. ഈ 6 ദിവസമായിട്ടും ഇതിൻ്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിട്ട് നിന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അതിനകത്ത് പലപ്പോഴും നമുക്ക് പരാതികളുടെ സമയങ്ങളുണ്ടായിരുന്നു, വിമർശനങ്ങളുടെ സമയമുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു പരാതിക്കും വിമർശനത്തിനും നമ്മൾ നിൽക്കാഞ്ഞത് അത് പരാതികളോ വിമർശനങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഇത് ആ വിമർശനങ്ങളുടെ സമയമല്ല. കാരണം ഒരു ജനത നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഒറ്റപ്പെട്ട് 1-2 ആളുകൾ മരണപ്പെടുമ്പോൾ പോലും അതൊരു വലിയ വാർത്തയാക്കുകയും അതൊരു വലിയ ചർച്ചയാകുകയും ചെയ്യുന്നൊരു വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടേത്, പ്രത്യേകിച്ച് മലയാളികളുടേത്. അവിടെയാണ് ഇപ്പോഴും എത്ര ആളുകളാണ് കാണാതായത് എന്നതിനെ പറ്റിയിട്ടൊരു കണക്ക് പോലും നമ്മുടെ മുന്നിലില്ല. എത്ര ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു കണക്ക് നമ്മുടെ കയ്യിലില്ല. ഏതാണ്ടൊരു 12,000-ഓളം ആളുകൾ ഡയറക്റ്റ് അഫക്റ്റൻസായി ഒരു ദുരന്തം നിൽക്കുമ്പോൾ അതൊന്നും പറയേണ്ടുന്ന അവസരമല്ല എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഇത്ര നാൾ നമ്മൾ നിശബ്ദത പാലിച്ചത്. എന്നാൽ സംസ്ഥാന സർക്കാർ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ വർക്ക് ഇതിനിടയിലൂടെ ബാക്കി എല്ലാ ആളുകളും രാഷ്ട്രീയത്തിനതീതമായി ഒന്നിച്ച് സംസ്ഥാന സർക്കാരിനോടൊപ്പം നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ബോധപൂർവമായി രാഷ്ട്രീയ പക്ഷപാതിത്വം കാണിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ നിങ്ങളിവിടെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന മുഴുവൻ മാധ്യമപ്രവർത്തകരും ഒരു നേരമെങ്കിലും വൈറ്റ് ഗാർഡിൻ്റെ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചവരാണ്. അല്ലാതുള്ള ഒരു മാധ്യമപ്രവർത്തകൻ പോലും എൻ്റെ മുന്നിൽ നിൽപ്പില്ല. ഇവിടുത്തെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ, ഞാൻ 3-4 ദിവസം ഞാൻ അടക്കമുള്ള എൻ്റെ സഹപ്രവർത്തകർ ആ വൈറ്റ് ഗാർഡിൻ്റെ ക്യാൻറ്റീനിൽ പോയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം നമ്മൾ വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഭക്ഷണം എത്തിക്കുന്നുണ്ട്, നമ്മൾ ചിലപ്പോൾ DYFIക്കാരുടെ നിന്ന് ഭക്ഷണം വാങ്ങുന്നുണ്ട്. ഒരു ദുരന്തത്തിൽ നിൽക്കുമ്പോൾ, രക്ഷാപ്രവർത്തനമായിട്ട് നിൽക്കുമ്പോൾ, ഇപ്പോൾ ഇന്ന് പോലും ഞാൻ കടന്നു പോകുമ്പോൾ മറ്റൊരു സംഘടനയുടെ പ്രവർത്തകൻ കൊണ്ടു തന്ന വെള്ളക്കുപ്പിയാണ് ഞാൻ വാങ്ങിച്ചു കുടിച്ചത്. അപ്പം വെള്ളക്കുപ്പി കൊണ്ടു തരുമ്പോൾ ഇന്ന രാഷ്ട്രീയ സംഘടനയുടേതാണോ, എനിക്ക് ഇത് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയില്ല, ഒരു ദുരന്തമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ വളരെ ബോധപൂർവമായി എഫക്റ്റീവായി നടന്നുകൊണ്ടിരുന്ന വൈറ്റ് ഗാർഡിൻ്റെ ക്യാൻറ്റീൻ അടച്ചു പൂട്ടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം, അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ബഹുമാന്യനായ കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി ഇന്ന് രാവിലെ പറഞ്ഞത് ഡിസാസ്റ്റർ ടൂറിസം പാടില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി അടക്കമുള്ള ഗവൺമെൻറ്റിനോട് തിരിച്ച് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഡിസാസ്റ്റർ PR-ഉം വേണ്ട, ഡിസാസ്റ്റർ ടൂറിസം വേണ്ട എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ യോജിക്കുന്നു. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്ത സ്ഥലം ഒന്ന് സന്ദർശിച്ചേക്കാം എന്ന് കരുതി ആരും വരണ്ട എന്ന് പറയുന്നത് പോലെ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ എന്നാൽ ഇതിനൊരു PR-ആക്കി മാറ്റിയേക്കാം എന്ന തീരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എടുക്കുന്നതും ശരിയായിട്ടുള്ളൊരു കീഴ്വഴക്കല്ല. ഇത് എല്ലാ സംഘടനകളും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞു ആരും കളക്ഷൻ പോയിന്റുകൾ തുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന യുവജന സംഘടനയായ DYFI ഇപ്പോഴും കളക്ഷൻ പോയിന്റ് നടത്തുന്നില്ലേ? ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ 4 കളക്ഷൻ പോയിന്റ് വയനാട് ജില്ലയിൽ മാത്രം നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കളക്ഷൻ പോയിന്റിൽ ഇരിക്കുമ്പോൾ അവസ്ഥ അറിയാം. നിങ്ങളെല്ലാവരും അതിൻ്റെ വാർത്തകൾ കൊടുത്തിട്ടുള്ളതാണ്. ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ നേരിട്ട് വന്ന് കളക്ഷൻ പോയിന്റിൽ നിന്ന് സാധനങ്ങൾ എടുക്കുകയാണ്. അതല്ലാതെ ക്യാമ്പിൽ ഒരു വലിയ ദുരന്തത്തെ ഫേസ് ചെയ്തിട്ട് അതിൻ്റെ ട്രോമയിൽ, അതിൻ്റെ മെൻ്റൽ ട്രോമ, ഫിസിക്കൽ ട്രോമയിൽ ഇരിക്കുന്ന മനുഷ്യന്മാരോട് നിങ്ങൾ കളക്ട്രേറ്റിൽ പോയി ഉത്തരവുമായിട്ട് വാ എന്ന് തീരുമാനിച്ചിട്ട് പറയാനുള്ള മനുഷ്യത്വരാഹിത്യമൊന്നും, ഈ മനുഷ്യത്വത്തെ സർക്കാരിൻ്റെ ചുവന്ന നാടിലിട്ട് കുരുക്കുന്ന ഈ ഏർപ്പാട് സംസ്ഥാന സർക്കാർ നിർത്തണം. ഇതെന്തിനു വേണ്ടിയിട്ടാണ് കളക്ട്രേറ്റിൽ കൊണ്ടുവന്ന് മാത്രം നിക്ഷേപിക്കണം എന്ന് പറയുന്നത്? എല്ലാ സംഘടനകളും കൊടുക്കട്ടെ, എന്താ കുഴപ്പമുള്ളത്? ഇപ്പോൾ ഇന്ന് ഇവർ പറയുന്ന ഫുഡ് ക്വാളിറ്റിയെ പറ്റി പറയുന്നു. ഞാനതിലേക്ക് കൂടുതൽ കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നിപ്പോൾ മുകളിലുണ്ടായിരുന്ന 1-2 മാധ്യമങ്ങൾ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തു. ഇവർക്ക് കൊടുത്തിരിക്കുന്ന, ഇന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്തമായിട്ട് കൊടുത്തിരിക്കുന്ന ബ്രെഡ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്. ഇപ്പം ഇന്ന് രാവിലെ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് സൈനിക ഉദ്യോഗസ്ഥന്മാർ പരാതി പറഞ്ഞു, ഭക്ഷ്യവിഷബാധ ഏറ്റെടുത്തു. അതിൻ്റെ ഒഫീഷ്യൽ റെക്കോർഡ്സ് ഒന്ന് തരട്ടെ. വായിൽ വരുന്നത് എന്തുവെന്ന് പൊതുമരാമത്ത് മന്ത്രി പറയുകയാണോ? ഇത് വേറൊരു സംഘടനയും ചെയ്യാൻ പാടില്ല, ഞാനും എൻ്റെ കുടുംബത്തിലുമുള്ള സർക്കാർ മാത്രം ഇത് ചെയ്താൽ മതി എന്നുള്ള ആ തീരുമാനം പുനഃപരിശോധിക്കണം. നമ്മളെല്ലാവരും കൂടെ, ഇതൊരു ഓട്ടമത്സരമല്ല. ആദ്യം ഓടിയെത്തുന്ന ആൾക്ക് ട്രോഫി കിട്ടാനായിട്ട് സമാന്തരമായിട്ട് നിങ്ങൾ CM-നെ ക്രൈസിസ് മാനേജർ എന്ന് വിളിക്കുന്നുണ്ട്. ആയിക്കോ, അത് നിങ്ങളുടെ രാഷ്ട്രീയം. എന്ത് ക്രൈസിസാണ് മാനേജ് ചെയ്തെന്നുള്ള ചോദ്യങ്ങൾ ഇനി വരുമ്പോൾ അതുകൂടെ ഫേസ് ചെയ്യാൻ തയ്യാറാകണം. ഒരു നാട്ടിൽ ഇതൊന്നും നമ്മളെ കൊണ്ട് ചോദിപ്പിക്കാതിരിക്കുന്നതാണ് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ നല്ലത്. ഒരു നാട്ടിൽ ഇത്രയേറെ ആളുകൾ കൊല്ലപ്പെട്ടു, അതാണോ ക്രൈസിസ് മാനേജ്മെൻറ്റ്? എത്ര ആളുകൾ കാണാതായി എന്നുള്ളതിൻ്റെ കണക്കില്ല, അതാണോ ക്രൈസിസ് മാനേജ്മെൻറ്റ്? ഈ മൃതശരീരങ്ങൾ പൂർണ്ണമായിട്ട് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതാണോ ക്രൈസിസ് മാനേജ്മെൻറ്റ്? അപ്പം ഒരു സ്ഥലത്തൂടെ എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അതിനെ യോജിച്ച് ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ മറുവശത്തൂടെ നിങ്ങളുടെ ഒരു PR-ന് വേണ്ടി ആദ്യം ഓടിയെത്തുന്നവന് ട്രോഫി എന്ന് പറയുന്ന ഏർപ്പാടുമായിട്ട് ദയവ് ചെയ്ത് ഈ ദുരന്തത്തിന് കാത്തിരിക്കുന്ന അവസ്ഥ അത് നിങ്ങൾ അവസാനിപ്പിക്കണം. അതുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കട്ടെ. കാരണം ഇവിടെ എല്ലാവരുടെയും പ്രവർത്തനം ആവശ്യമുണ്ട്. ഇന്ന് നിങ്ങൾ പരാതി പറഞ്ഞില്ലേ, എൻ്റെ മുന്നിലിരിക്കുന്ന മാധ്യമപ്രവർത്തകർ പരാതി പറഞ്ഞില്ലേ, നിങ്ങൾക്ക് സമയത്ത് ഭക്ഷണം കിട്ടിയില്ല. നമുക്ക് സമയത്ത് ഭക്ഷണം കഴിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. ഇവിടെ നമ്മളെല്ലാവരും ചെയ്യുന്നത് രക്ഷാപ്രവർത്തനമാണ് ചെയ്യുന്നത്. നന്നായിട്ട് കായിക അധ്വാനം വേണ്ടി വരുന്നുണ്ട്. ഒരു വലിയ മലയിലേക്ക് കയറി പോവുകയാണ്.
ആ മലയിലേക്ക് കയറി പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് എനർജി ലോസ് ഉണ്ടാകും. അപ്പോൾ ഭക്ഷണം ആവശ്യമായിട്ട് വരും, വെള്ളം ആവശ്യമായിട്ട് വരും. ഇന്നലെ വരെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ ശരി ഒരു ഉത്തരവിലൂടെ നിങ്ങളതങ്ങ് അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ ബദൽ സംവിധാനം ഇവിടെ നിങ്ങളൊരു സിസ്റ്റം എക്സിസ്റ്റിംഗ് ആയിരുന്ന ഒരു സിസ്റ്റത്തെ നിങ്ങൾ പൂട്ടിയല്ലോ. പൂട്ടിയതിന് ശേഷം യാതൊരുവിധമായ ബദൽ സംവിധാനവും ഒരുക്കാതെ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ ഇപ്പോൾ പോലും സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദയവേത് ഞങ്ങൾ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഇത്രയും ഞങ്ങളെ കൊണ്ട് പറയിച്ചതാണ്. നിങ്ങളുടെ ഈ PR വർക്കൗട്ട് ഈ ദുരന്തം ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങളുടെ സ്വന്തം സംവിധായകരെ കൊണ്ട് സിനിമ എടുപ്പിച്ചോ, ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ ഈ ദുരന്തത്തിൽ ഇപ്പോഴും ഈ ചേറിനടിയിൽ മനുഷ്യന്മാർ നമ്മുടെയൊക്കെ ഒരു സഹായത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇപ്പോഴും ക്യാമ്പിൽ കഴിയുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ തൊട്ടടുത്തുള്ള മോർച്ചറിയിലേക്ക് വരികയാണ്. അവരുടെ ഉറ്റവരുടേതാണോ മൃതശരീരം എന്ന് തിരിച്ചറിയാനായിട്ട്. അങ്ങനെ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ഈ PR വർക്കൊന്നും നിർത്തണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. അതുപോലെ തന്നെ വോളണ്ടിയേഴ്സിൻ്റെ കാര്യത്തിനകത്തൊരു കൃത്യത ഉണ്ടാകുന്നില്ല. ഇപ്പം ആദ്യം പറഞ്ഞു ടീഷർട്ട് ധരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും സൈനോട് കൂടിയിട്ടുള്ള ഒരു തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനം വേണ്ട എന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ ആദ്യം അംഗീകരിച്ചു, ഞങ്ങളത് ഒഴിവാക്കിയിട്ട് ഭരണസംഘടന എന്താ ചെയ്യുന്നത്? ഭരണത്തോട് ചേർന്ന് നിൽക്കുന്ന DYFI ടീഷർട്ടുമായിട്ട് വരികയാണ്. അവർ ടീഷർട്ട് ഇടുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടല്ല, ഒരു തീരുമാനം എന്ന് പറയുമ്പോൾ എല്ലാവരും ഇത് പാലിക്കണ്ടേ? ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാവരും പാലിക്കണ്ടേ? വോളണ്ടിയേഴ്സ് ഇപ്പം കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ തുടക്കം തൊട്ട് കണ്ണൂർ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ണൂരിൽ നിന്ന് ഞങ്ങളുടെ സന്നദ്ധ പ്രവർത്തകർ വരാൻ സമ്മതിക്കുന്നില്ല. ആ സന്നദ്ധ പ്രവർത്തകർ വരാൻ സമ്മതിക്കാത്തപ്പോൾ തന്നെ DYFIയുടെ മുഴുവൻ പ്രവർത്തകരെയും ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പേപ്പർ കടലാസിൻ്റെ ബോർഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ കടത്തി വിടുകയാണ്. അപ്പോൾ ലോഡ് സാധനങ്ങൾ ഇവിടേക്ക് വരുന്നില്ല. ഇപ്പോൾ ഈ സർക്കാർ പറഞ്ഞതെന്താ? ഇവിടെ സാധനങ്ങൾ കുന്നുകൂടുകയാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കും നിങ്ങൾ കാണുന്നില്ലേ? ആവശ്യമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടുകൾ, എത്രയോ റിപ്പോർട്ടർമാരുടെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഓരോ കുട്ടികൾ, മുതിർന്നവർ, ഞങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളില്ല, സാധനങ്ങളില്ല എന്ന് പരാതി പറയുന്ന അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്തെ ഒന്നുകൂടെ പറയുന്നു, ഈ സമയത്തെ നമുക്ക് ഒന്നിച്ച് നേരിടാം. അതുകൊണ്ടാണല്ലോ ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എല്ലാ UDFൻ്റെ MLAമാരും ഒരു മാസം ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചു. സംസ്ഥാന സർക്കാർ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഞങ്ങൾ 30 വീട് പ്രഖ്യാപിച്ചിട്ടാണ് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ സർക്കാരിനെ വിമർശിക്കാൻ പോയില്ലല്ലോ. സർക്കാർ വാടക വീട്ടിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്താ പറഞ്ഞത്? 50 വീട് ഞങ്ങൾ ഒരുക്കാം. സംസ്ഥാന സർക്കാർ വാടക കൊടുക്കുന്ന 50 വീടുകൾ ഞങ്ങൾ ഒരുക്കാമെന്ന് പറഞ്ഞു. 30 വീടുകൾ ഞങ്ങൾ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞു സംസ്ഥാന സർക്കാർ. ഇപ്പോൾ ഈ എല്ലാ കാര്യത്തിലും തീരുമാനമുള്ള സംസ്ഥാന സർക്കാർ എന്താണ് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനം? ഈ ആളുകളെ നിരന്തരമായി ക്യാമ്പിലിട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഡിസാസ്റ്റർ ടൂറിസവും വേണ്ട, ഡിസാസ്റ്റർ PR വർക്കും വേണ്ട. ഇത് കഴിഞ്ഞിട്ട് സമയമെടുത്തിട്ട് നിങ്ങളുടെ സ്വന്തം സംവിധായകനെ കൊണ്ട് സിനിമ പിടിപ്പിച്ചോ, ക്രൈസിസ് മാനേജർ എന്ന് പേര് കൊടുത്തോ, പരാതിയില്ല. ദുരന്ത ഭൂമിയിൽ നിന്നിട്ട് രാഷ്ട്രീയ നെറുകേട് കാണിക്കരുതെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.